അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് അതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ മുൻകഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി ശ്രമിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധമായിട്ടും കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രധാനമായിട്ടും നമ്മൾ വെർബ് എന്താന്ന് പറഞ്ഞു, സബ്ജക്ട് എന്താന്ന് പറഞ്ഞു, ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു, നൗൺ എന്താന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തന്നു. ചില ആളുകൾക്ക് അത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അത് അവതരിപ്പിച്ചത്. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് സിംഗുലാർ, പ്ലൂരൽ എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിച്ചു. അത് പിന്നെ സബ്ജക്റ്റുകൾ രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്ന് സിംഗുലാറും മറ്റൊന്ന് പ്ലൂരലും എന്നിങ്ങനെ രണ്ട് രൂപത്തിലുണ്ടാകും എന്ന് നമ്മൾ അവതരിപ്പിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വെർബിന്റെ പല ഫോമുകളെ കുറിച്ച് പറഞ്ഞു. വെർബുകൾ മൂന്ന് രൂപത്തിലുണ്ടാവും: V1, V2, V3. അതിന്റെ അർത്ഥങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഉപയോഗമാണ് പ്രസക്തമായിട്ട് നമുക്ക് ഇനി അടുത്ത് തരാനുണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് പോയത്. അപ്പോ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ അയാൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും നമ്മളൊരു ഫുൾ കോഴ്സ് എന്ന നിലയ്ക്ക് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നല്ലതായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇറഗുലാർ വെർബുകൾ, റെഗുലാർ വെർബുകൾ എന്നിങ്ങനെയുള്ള രണ്ട് കാറ്റഗറി വെർബുകളെ തന്നു. ഒന്നാമതെന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ലഭ്യമാവാൻ വേണ്ടി അവസാനത്തിൽ ഇ, ഡി എന്നീ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ലഭ്യമാവും. അത്തരം വെർബുകളെ കുറിച്ച് റെഗുലാർ വെർബുകൾ എന്ന് പറയാമെന്ന് പറഞ്ഞു. അല്ലാത്തവയെ കുറിച്ച് ഇറഗുലാർ വെർബുകൾ, അവസാനത്തിൽ ഇ, ഡി എന്നിവ ചേർത്ത് കൊടുത്താൽ വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ലഭ്യമാവുകയില്ല എങ്കിൽ അതിനെക്കുറിച്ച് ഇറഗുലാർ വെർബുകൾ എന്ന് പറയാൻ വേണ്ടി പറ്റും എന്നും നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമുക്ക് എപ്പോഴും ഇറഗുലാർ വെർബുകളുടെ കാര്യത്തിലുള്ള നമുക്ക് ഉള്ള ഒരേ ഒരു നടപടി അത് കാണാതെ പഠിക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഉപയോഗത്തിൽ വരാറുള്ള ഒരു 100 ഇറഗുലാർ വെർബുകളും അതിന്റെ V2 ഫോമും V3 ഫോമും അടങ്ങുന്ന ഒരു ലിസ്റ്റ് തന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ V1ന്റെ അർത്ഥവും നമ്മൾ തന്നു. എന്നിട്ട് ആ ഒരു കാര്യം നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ചിലതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഇത് റെഫർ ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അവസാനം എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ലിസ്റ്റ് നമ്മൾ തന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് ഈ പിന്നെ ടെൻസുകളെ കുറിച്ചാണ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അയാൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ടെൻസുകളെ കുറിച്ചാണ്. അപ്പോ ടെൻസുകൾ പഠിച്ചാൽ തന്നെ ഗ്രാമറിന്റെ ഏകദേശം ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒരു വാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ടെൻസ് തെറ്റുമോ, ടെൻസിൽ എന്തെങ്കിലും പിഴവുകൾ വരുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ആ ടെൻസിനെ കുറിച്ച് വളരെ വിശാലമായിട്ടാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഈ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമായിട്ട്, ടെൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാലഘട്ടം എന്നാണ് അർത്ഥം. കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂതകാലമുണ്ട്, ഭാവി കാലമുണ്ട്, വർത്തമാനകാലമുണ്ട്. അപ്പം ഇംഗ്ലീഷ് ഭാഷയിലെ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഭൂതകാലം ഭൂതകാലത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ ഇത് ഭൂതകാലത്തിലേക്ക് ചേർത്ത് പറയാൻ വേണ്ടി സഹായിക്കുക. പിന്നെ വർത്തമാന കാലത്തിൽപ്പെട്ട പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിന് വർത്തമാന കാലത്തേക്ക് ചേർത്ത് പറയാൻ വേണ്ടി സഹായിക്കുക. ഫ്യൂച്ചർ കാലമാണെങ്കിൽ അതിലേക്ക് ചേർത്തുകൊണ്ട് പറയാൻ വേണ്ടി സഹായിക്കുക. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ തന്നെ വർത്തമാന കാലത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് പല പല പിന്നെ അർത്ഥങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് അതിന് വ്യത്യാസം വരുത്തി കൊടുക്കുക. അപ്പൊ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വെർബുകളിൽ വ്യത്യാസം വരുത്തുക. വെർബുകളും വെർബുമായി ബന്ധപ്പെട്ട വാക്കുകളിലും വ്യത്യാസം വരുത്തുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ ടെൻസ് പഠിക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഒരു പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് പല രൂപത്തിൽ പറയാൻ പറ്റും. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാം. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ന് അർത്ഥം വരും. കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അതായത് വരാനിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ ഒരുപക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാം. കഴിക്കും എന്ന് പറയാൻ പറ്റും. അങ്ങനെ പതിവായി ഞാൻ കഴിക്കാറുണ്ട്
ഇത്ര കാലമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോ രൂപത്തിലേക്ക് ആ വെർബിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ടെൻസിന്റെ ഓരോ ഫോമുകളാണ്. ഈ ടെൻസ് എന്ന് പറയുന്നത് 3 രൂപങ്ങളിലേക്കാണ് പോവുക. നമുക്ക് എല്ലാ ഭാഷയിലും 3 രൂപത്തിലാണ് കാലഘട്ടങ്ങൾ ടെൻസുകൾ ഉണ്ടാവുക. ഒന്നാമത്തെ ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വർത്തമാന കാലം എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ സൂചിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ 3 ടെൻസുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടാവുക. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഈ 3 കാലഘട്ടങ്ങളിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പതിവായി ഞാൻ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ അർത്ഥങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഈ പ്രസന്റിനെ തന്നെ 4 വിഭാഗമാക്കേണ്ടി വരും. ഇപ്പൊ പ്രസന്റ് 4 വിഭാഗമുണ്ട്. ഒന്ന് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പം ഒരു പ്രസന്റ് ടെൻസിനെ തന്നെ നമുക്ക് 4 വിഭാഗങ്ങളാക്കി തീർക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് 4 ആക്കാൻ വേണ്ടി പറ്റും. ഒന്ന് പിന്നെ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാസ്റ്റ് നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ് ഉണ്ടാവും, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പിന്നെ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്. അങ്ങനെ 4 ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് 4 ആക്കാൻ വേണ്ടി, പക്ഷെ എല്ലാം ഒരേ രൂപത്തിലായിരിക്കും. പ്രസന്റ് ആണെങ്കിൽ അതിനെ ഈ 4 രൂപത്തിലാക്കാൻ പറ്റും, പാസ്റ്റ് ആണെങ്കിൽ അതിനെയും ഈ 4 രൂപത്തിലാക്കാൻ പറ്റും, ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെയും ഈ 4 രൂപത്തിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ 4 രൂപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോ ഈ 4 രൂപങ്ങളിലുള്ള ഓരോ രൂപത്തിലും അർത്ഥം വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ടെൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആകെ മൊത്തത്തിൽ ഈ 12 രൂപങ്ങൾ വരും. ഈ 12 രൂപങ്ങളിൽ നിന്നുള്ള ഓരോ രൂപത്തിലും വാക്കിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ടെൻസ് പഠനം പൂർത്തിയാവുക. അപ്പൊ അതൊരു വലിയ ടാസ്ക് ആണ്. 12 രൂപങ്ങൾ, ആ 12 രീതികളിൽ വരുന്ന അർത്ഥത്തിലെ വ്യത്യാസങ്ങൾ എന്നിവയൊക്കെ പാടെ പഠിക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ആ പഠനം ഒന്ന് ലളിതമാക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആകെ മൊത്തത്തിലുള്ള ടെൻസുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു 5 ടെൻസ് ഉണ്ട്. ആ 5 ടെൻസ് പഠിച്ചാൽ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനി വലിയ അത്യാവശ്യമില്ലാത്ത വേറെ 2 ടെൻസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഭാഷയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വാക്കുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു 7-8 ടെൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. ഇനി ബാക്കി ഒരു 4 ടെൻസ് ഉണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള മുഴുവൻ കാര്യങ്ങളെയും പഠിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മതി എന്നുള്ളവർക്ക് ആകെ 5. അപ്പം അത്യാവശ്യമായിട്ട് ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ടെൻസുകൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. ഒന്നാമതായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നിർബന്ധമായിട്ടും ഏതൊരാളും പഠിച്ചിരിക്കണം. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടാമത്തത്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മൂന്നാമത്തത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് നാലാമത്തത്, പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അഞ്ചാമത്തത്. ഈ 5 ടെൻസ് നിർബന്ധമായിട്ടും ഒരാൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി അത്ര അത്യാവശ്യമില്ലാത്ത എന്നാൽ കുറച്ച് അത്യാവശ്യമുള്ള ഒരു ടെൻസ് വിഭാഗമുണ്ട്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഒന്നെന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് അത്യാവശ്യം ഉണ്ടോന്ന് വെച്ചാൽ വലിയ അത്യാവശ്യമില്ല, പക്ഷെ പഠിച്ചിരിക്കൽ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി തീരെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത ബാക്കി 4 ടെൻസുകളുണ്ട്. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 ടെൻസുകൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വലിയ അത്യാവശ്യമൊന്നുമില്ല. അപ്പം പൂർണ്ണമായിട്ടും ഈ ബാക്കി 6 പഠിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെ പഠിച്ചു തുടങ്ങാവുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അവസാനത്തേക്ക് മാറ്റിയേക്കുക. അത്യാവശ്യം പഠിക്കേണ്ട ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ടെൻസിനെ കുറിച്ചുള്ള ഏകദേശം ഒരു അവബോധം ലഭ്യമാവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.